കഴിഞ്ഞ ജൂണിൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ കഠിന ശ്രമങ്ങൾക്കൊടുവിൽ ഒപ്പുവെക്കപ്പെട്ട ഇസ്ലാമാബാദ് ധാരണാപത്രം പൂർണ്ണമായും തകർന്നടിഞ്ഞതോടെ പശ്ചിമേഷ്യ വീണ്ടും ഒരു വൻ യുദ്ധത്തിന്റെ നിഴലിലായിരിക്കുകയാണ്. മേഖലയിൽ താൽക്കാലിക ശാന്തി നിലനിർത്തിയിരുന്ന ഈ സമാധാന കരാറിന്റെ ലംഘനം വൻ ശക്തികൾ നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു ആഗോള പ്രതിസന്ധിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. മാസങ്ങളായി നിലനിന്നിരുന്ന കനം തൂങ്ങിയ നിശബ്ദത വെടിഞ്ഞ ഇറാൻ സൈന്യം ശക്തമായ ആക്രമണങ്ങളിലേക്ക് കടന്നതോടെ മേഖലയിലെ സൈനിക സമവാക്യങ്ങൾ ആകെ മാറി മറിഞ്ഞിരിക്കുന്നു. ഇറാന്റെ പരമോന്നത സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് പുറത്തുവിട്ട ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ അന്താരാഷ്ട്ര സമൂഹത്തെ കടുത്ത ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. ബഹ്റൈനിലെയും കുവൈറ്റിലെയും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സൈനിക താവളങ്ങൾക്ക് നേരെ തങ്ങൾ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളുടെ ദൃശ്യങ്ങളാണ് ഇറാൻ ഔദ്യോഗികമായി പുറത്തുവിട്ടത്. അത്യാധുനിക യുദ്ധ സാമഗ്രികൾ ഉപയോഗിച്ച് നടത്തിയ ഈ ആക്രമണങ്ങൾ ലക്ഷ്യം കണ്ടതായും US പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ തങ്ങൾക്ക് സാധിച്ചതായും ഇറാൻ അവകാശപ്പെടുന്നു. ബഹ്റൈനിലെ US നാവികസേനയുടെ 5ാം കപ്പൽപ്പടയുടെ താവളത്തെയും കുവൈറ്റിലെ തന്ത്രപ്രധാനമായ വ്യോമതാവളങ്ങളെയും ലക്ഷ്യമിട്ടായിരുന്നു ഇറാന്റെ ഈ സംയുക്ത സൈനിക നീക്കം. ഒരേ സമയം 14ലധികം ആത്മഹത്യാ ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളും ഉപയോഗിച്ചാണ് പ്രതിരോധ കോട്ടകൾ ഇറാൻ തകർത്തത്. ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനിക സാന്നിധ്യത്തിന് നേരെ അടുത്ത കാലത്തുണ്ടായ ഏറ്റവും ശക്തവും വിനാശകരവുമായ ആക്രമണമായാണ് സൈനിക നിരീക്ഷകർ ഇതിനെ വിലയിരുത്തുന്നത്. ഈ ആക്രമണങ്ങൾ കേവലം ഒരു പ്രാദേശിക പ്രതിസന്ധിയിൽ ഒതുക്കാൻ ഇറാൻ തയ്യാറല്ലെന്ന സൂചനയാണ് പിന്നീട് പുറത്തു വന്നത്. ഗൾഫ് മേഖലയിലെ അമേരിക്കൻ താവളങ്ങളെ തകർത്തതിന് തൊട്ടു പിന്നാലെ തങ്ങളുടെ തന്ത്രപരമായ ഭീഷണികൾ യൂറോപ്പിലേക്കും വ്യാപിപ്പിക്കാൻ ടെഹ്റാൻ മടിച്ചില്ല. അമേരിക്കയെയും ഇസ്രയേലിനെയും സഹായിക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങൾ കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന കൃത്യമായ മുന്നറിയിപ്പാണ് ഇറാൻ ഭരണകൂടം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അമേരിക്കൻ ഇസ്രായേലി സൈന്യങ്ങൾക്ക് തങ്ങളുടെ വ്യോമപാതയോ സൈനിക ലോജിസ്റ്റിക്സോ താവളങ്ങളോ തുറന്നു നൽകുന്ന ഏതൊരു നാറ്റോ അംഗരാജ്യത്തെയും യുദ്ധത്തിലെ സജീവ പങ്കാളിയായി കണക്കാക്കുമെന്നാണ് ഇറാന്റെ പ്രഖ്യാപനം. ഇത്തരം രാജ്യങ്ങൾ ഇറാന്റെ നേരിട്ടുള്ള സൈനിക നടപടികൾക്ക് ഇരയാകേണ്ടി വരുമെന്നും ടെഹ്റാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് യൂറോപ്യൻ രാജ്യങ്ങളെ കടുത്ത പ്രതിസന്ധിയിലേക്കും സുരക്ഷാ ഭീതിയിലേക്കും തള്ളിവിട്ടിരിക്കുകയാണ്. ജൂണിൽ ഒപ്പുവെച്ച ഇസ്ലാമാബാദ് കരാർ പരാജയപ്പെട്ടതോടെ നയതന്ത്ര ചർച്ചകളുടെ എല്ലാ വാതിലുകളും അടഞ്ഞ മട്ടാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷം ലഘൂകരിക്കാൻ പാശ്ചാത്യ ശക്തികളും അറബ് ലോകവും ഒത്തുചേർന്ന് രൂപീകരിച്ചതായിരുന്നു ഈ കരാർ. എന്നാൽ ഇരു വിഭാഗവും പരസ്പരം ഉന്നയിച്ച അവിശ്വാസവും നിബന്ധനകളുടെ ലംഘനവും കരാറിനെ വെറുമൊരു കടലാസ് കഷ്ണമാക്കി മാറ്റി. സമാധാന ശ്രമങ്ങൾ പാളിയത് മേഖലയെ കൂടുതൽ അപകടകരമായ അവസ്ഥയിലേക്ക് എത്തിച്ചു. ഇറാന്റെ ഈ നീക്കം കേവലം ഒരു പ്രതിരോധ നടപടിയല്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയൊരു യുദ്ധത്തിന്റെ പ്രഖ്യാപനമാണെന്ന് വാഷിംഗ്ടൺ വിലയിരുത്തുന്നു. ബഹ്റൈനിലെയും കുവൈറ്റിലെയും താവളങ്ങൾക്ക് നേരെ നടന്ന ആക്രമണത്തെ അതീവ ഗൗരവത്തോടെയാണ് പെന്റഗൺ കാണുന്നത്. തങ്ങളുടെ സൈനികരുടെ സുരക്ഷ ഉറപ്പാക്കാനും ഇറാന് ശക്തമായ മറുപടി നൽകാനും അമേരിക്കൻ സൈന്യം ഇതിനകം തന്നെ സജ്ജമായി കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ. ഇറാൻ പുറത്തുവിട്ട കോംബാറ്റ് ഫുട്ടേജുകൾ സൈനിക വൃത്തങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. തങ്ങളുടെ ഡ്രോൺ സാങ്കേതിക വിദ്യ എത്രത്തോളം വിനാശകരമാണെന്ന ലോകത്തിന് കാണിച്ചു കൊടുക്കുക കൂടിയാണ് ഇറാൻ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. പാശ്ചാത്യ വിരുദ്ധ ചേരിയിലെ പ്രമുഖ ശക്തിയായ ഇറാൻ തങ്ങളുടെ മിസൈൽ ശേഷി അമേരിക്കൻ പ്രതിരോധ താവളങ്ങൾക്ക് വലിയ ഭീഷണിയാണെന്ന് തെളിയിക്കാൻ ഈ ദൃശ്യങ്ങൾ ഉപയോഗിക്കുന്നു. യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇറാൻ നൽകിയ മുന്നറിയിപ്പ് നാറ്റോ സഖ്യത്തിനുള്ളിൽ പുതിയ ഭിന്നതകൾക്ക് കാരണമായേക്കാം. അമേരിക്കയുടെ യുദ്ധമോഹങ്ങൾക്കൊപ്പം നിൽക്കുന്നത് തങ്ങളുടെ സ്വന്തം സുരക്ഷയ്ക്ക് ഭീഷണിയാകുമെന്ന് ചില യൂറോപ്യൻ രാജ്യങ്ങൾ ഭയപ്പെടുന്നുണ്ട്. ഇറാന്റെ മിസൈലുകളുടെ പരിധിക്കുള്ളിൽ വരുന്ന കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ തങ്ങളുടെ നിലപാടുകളിൽ പുനർവിചിന്തനം നടത്താൻ നിർബന്ധിതരാകുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. മേഖലയിലെ ഈ പെട്ടെന്നുള്ള സൈനിക നീക്കം ആഗോള ഊർജ്ജ വിപണിയെയും സാമ്പത്തിക രംഗത്തെയും വരും ദിവസങ്ങളിൽ ഉലയ്ക്കുമെന്ന് ഉറപ്പാണ്. ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ താവളങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണം എണ്ണ ഉൽപാദനത്തെയും വിതരണത്തെയും നേരിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കടൽപാതകളിൽ ഒന്നായ ഹോർമുസ് കടലിടുക്കിലെ സുരക്ഷ വീണ്ടും അപകടത്തിലായതോടെ അന്താരാഷ്ട്ര എണ്ണവില കുതിച്ചുയരാൻ സാധ്യതയേറി. അമേരിക്കൻ താവളങ്ങൾ സ്ഥിതി ചെയ്യുന്ന ബഹ്റൈനും കുവൈറ്റും ഇപ്പോൾ കടുത്ത നയതന്ത്ര സമ്മർദ്ദത്തിലാണ്. തങ്ങളുടെ മണ്ണിൽ നിന്ന് ഇറാനെതിരെ അമേരിക്കൻ സൈന്യം തിരിച്ചടി നടത്തിയാൽ അത് തങ്ങളുടെ രാജ്യത്തിന്റെ പരമാധികാരത്തെയും സുരക്ഷയെയും ബാധിക്കുമെന്ന ഈ ഗൾഫ് രാജ്യങ്ങൾ ഭയപ്പെടുന്നു. വൻ ശക്തികളുടെ പോരാട്ടത്തിൽ തങ്ങൾ ചതഞ്ഞരഞ്ഞു പോകുമോ എന്ന ആശങ്ക അറബ് ലോകത്ത് ശക്തമാണ്. ഇസ്രയേലിനെ മുൻനിർത്തി അമേരിക്ക നടത്തുന്ന നീക്കങ്ങൾക്ക് തടയിടുക എന്നത് കൂടിയാണ് ഇറാന്റെ ലക്ഷ്യം. പശ്ചിമേഷ്യയിൽ ഇസ്രയേലിന് ലഭിക്കുന്ന പാശ്ചാത്യ പിന്തുണയെ ഭയപ്പെടുത്താൻ തങ്ങളുടെ സൈനിക ശക്തി പ്രദർശിപ്പിക്കുന്നതിലൂടെ സാധിക്കുമെന്ന് ടെഹ്റാൻ കരുതുന്നു. നാറ്റോ സഖ്യത്തെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞാൽ അമേരിക്കയെ പ്രതിരോധത്തിലാക്കാൻ കഴിയുമെന്നാണ് ഇറാന്റെ തന്ത്രപരമായ കണക്കുകൂട്ടൽ. അന്താരാഷ്ട്ര സമൂഹം ഈ
വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്ന ആവശ്യവുമായി പല രാജ്യങ്ങളും രംഗത്തെത്തിയിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ പുതിയ ചർച്ചകൾക്ക് സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ടെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ അതിനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ഇറാനും അമേരിക്കയും ഒരുപോലെ യുദ്ധസന്നദ്ധരായി നിൽക്കുന്നത് നയതന്ത്ര പരിഹാരങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുന്നു. യൂറോപ്പിന് മേൽ ഇറാൻ ചെലുത്തുന്ന ഈ സമ്മർദ്ദം പാശ്ചാത്യ സഖ്യത്തിന്റെ ഐക്യത്തെ പരീക്ഷിക്കുന്ന ഒന്നാണ്. അമേരിക്കയുടെ പശ്ചിമേഷ്യൻ നയങ്ങളോട് പൂർണ്ണമായും യോജിക്കാൻ കഴിയാത്ത പല യൂറോപ്യൻ നേതാക്കളും ഇറാന്റെ ഭീഷണിയെ ഗൗരവത്തോടെയാണ് കാണുന്നത്. റഷ്യ യുക്രൈൻ യുദ്ധം സൃഷ്ടിച്ച പ്രതിസന്ധികൾക്ക് പുറമെ പശ്ചിമേഷ്യയിൽ നിന്നുള്ള ഈ പുതിയ ഭീഷണി യൂറോപ്പിന്റെ സമ്പദ് വ്യവസ്ഥയെയും സുരക്ഷയെയും ഒരുപോലെ തകിടം മറിച്ചേക്കാം. ഏതാനും മാസങ്ങൾ മാത്രം ആയുസുണ്ടായിരുന്ന ഇസ്ലാമാബാദ് ധാരണാപത്രത്തിന്റെ പതനം തെളിയിക്കുന്നത് പശ്ചിമേഷ്യയിലെ സമാധാന ശ്രമങ്ങൾ എത്രത്തോളം ദുർബലമാണെന്നാണ്. വരും മണിക്കൂറുകളിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് എങ്ങനെയുള്ള ഉണ്ടാകും എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ സംഘർഷത്തിന്റെ ഭാവി. ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും പ്രകടമാക്കിക്കൊണ്ട് പശ്ചിമേഷ്യ കത്തിയെരിയുകയാണ്. ലോകം മുഴുവൻ അതിന്റെ ആഘാതം നേരിടാൻ ഒരുങ്ങേണ്ടി വരുമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്.